ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് വെടിമറയിൽ നമ്മുടെ ജലാൽക്കട അടുത്താണ്. വെടിമറ എന്ന് പറഞ്ഞ് കേട്ടാൽ തന്നെ നമ്മുടെ ജലാൽക്കട പേരാണ് ആദ്യം പറയുന്നത്. ഗൈസ്, അതായത് നമ്മുടെ ടാറ്റ സഫാരി ഡൈക്കോർ, അതായത് ഇത് കണ്ടോ, ഈ കാണുന്നതാണ് നമ്മുടെ സ്ട്രോം. ഇപ്പം 2 വണ്ടി സർവീസിന് കൊണ്ടുവെക്കുകയാണ്. അതായത് ഇപ്പോൾ എത്ര മാസമായി കൊണ്ടിട്ട് പണിതിട്ട് പോയിട്ട് 8 മാസം കഴിഞ്ഞ ആദ്യത്തെ ആക്സിഡന്റ് വെഹിക്കിൾ ഈ രണ്ടും ആക്സിഡന്റ് വെഹിക്കിൾ ഏകദേശം 8 മാസം ഇപ്പൊ ആയിട്ടുണ്ട്. ഇത് ഏതാണ്ട് 5 മാസം സർവീസ് ചെയ്ത് പോയിട്ട് ഇപ്പൊ 2 വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൻ്റെ അകത്ത് വെറുതെ ഇടുന്ന കാരണം നമ്മളൊന്ന് സർവീസ് ചെയ്യുന്നതായിരിക്കും വണ്ടിക്ക് നല്ലത്. ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ സ്ട്രോമും പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, നമ്മുടെ ഡൈക്കോറും നമ്മൾ അങ്ങനെ സർവീസിന് കൊണ്ടുവന്ന് നോക്കുകയാണ്. ആ സമയത്താണ് നമ്മളൊരു സംഭവം പറഞ്ഞത്. അതായത് നമ്മളങ്ങനെ നമ്മുടെ ഈ കാണുന്ന നമ്മുടെ ഡൈക്കോർ പണിയാൻ വേണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞ് നമ്മുടെ ജലാൽക്കടുത്ത് നമ്മൾ ഡൈക്കോർ പണിത് കഴിഞ്ഞ് നമ്മളങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് 2-3 വീഡിയോ അത് കണ്ട് ജലാൽക്കനെ ഞങ്ങളെയും വിശ്വസിച്ച് ഒരു 55 സഫാരി ഇവിടെ പണിയാൻ വേണ്ടിയുണ്ട്. ഇത് കൂടാതെ പഴയ വർക്ക്ഷോപ്പ് എല്ലാവർക്കും അറിയാം, വീഡിയോ കണ്ടവർക്ക്. ഇത് പുതിയ വർക്ക്ഷോപ്പാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ജലാൽക്കൻ. പിന്നെ ഇത് കൂടാതെ യാർഡിൻ്റെ അകത്തും കിടക്കുന്നുണ്ട്. യാർഡിൻ്റെ അതായത് ഇത് കൂടാതെ ഇനിയും വണ്ടികൾ വരാനുണ്ട്. ഗൈസ്, ഈ കാണുന്ന സഫാരി സ്ട്രോം ഇടിച്ചു പൊളിഞ്ഞ് തൂക്കി കൊടുക്കാൻ വേണ്ടി ഇരുന്നാണ്. ആ സമയത്താണ് ഞാൻ അന്ന് ഏത് രാജ്യത്തായിരുന്നു ഓർക്കുന്നത്, വിയറ്റ്നാമിലാണെന്ന് തോന്നുന്നു. വിയറ്റ്നാമിൽ സമയത്താണ് ജലാൽക്കനെ വിളിക്കുന്നത്. ജലാൽക്കനെ വിളിച്ചു പറഞ്ഞു, എബിനെ ഒരു അവസരം തരുവാണെങ്കിൽ ഈ വണ്ടി ഞാൻ നിനക്ക് പണിത് ലെവലാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല, കാരണം ഞാൻ ഇവന് ഇത് തൂക്കി കൊടുക്കാൻ വേണ്ടി 40,000 50,000 അതെ ശരിയാവൂല. അതെ, അത് 40,000 50,000 രൂപ കിട്ടുമെന്ന് തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ജലാൽക്ക് പറഞ്ഞ് എനിക്കൊരു അവസരം തരാൻ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ ഇവനോട് പറഞ്ഞു, എന്നാൽ എന്തായാലും ആട്ടെ നമുക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഇവിടുന്ന് വെടിമറയെന്ന് പാലക്കാട് വന്ന് ഈ വണ്ടി ടോയ് വണ്ടി എടുത്തിട്ട് അവിടെ ഒന്ന് എടുത്തിട്ട് വന്നു. യെസ്, അതായത് അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പേപ്പറും കൂടി കളക്ട് ചെയ്തിട്ടാണ് വിട്ടുതരണമല്ലോ. ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്തോ ഒരു റൂൾ ഉണ്ടല്ലോ, അതായത് ആക്സിഡന്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പേപ്പറുകളും ഐഡന്റിഫൈ ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി വിട്ടുതരൂ. അതല്ലാതെ വണ്ടി റോട്ടിൽ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തരില്ല, എന്തൊക്കെയാലും തരില്ല. അപ്പൊ അങ്ങനെ എടുത്തോണ്ട് ഇവിടെ വന്നിട്ട് ഈ ഇടിച്ചു പൊളിഞ്ഞ വണ്ടി പണിത് ഇങ്ങനെയാക്കി തന്നെ ജലാൽക്കയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ജലാൽക്കയ്ക്ക് ഞങ്ങൾ എന്ത് ചെയ്ത് കൊടുത്തു, 2 വീഡിയോ ഇട്ട് കൊടുത്തു. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കൊടുത്തു, യൂട്യൂബിൽ ഇട്ട് കൊടുത്തു, ഫേസ്ബുക്കിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ സഫാരിയുടെ കളിയായിരുന്നു. പിന്നെ കണ്ടമാനം വണ്ടികളായി. കേരളത്തിൽ നിന്ന് വണ്ടി വന്നു, തമിഴ്നാട്ടിൽ നിന്ന് വന്നു, കർണാടകയിൽ നിന്ന് വന്നു. അപ്പോൾ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ലോകത്ത് ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും സഫാരി ഉണ്ട്. അപ്പം ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സഫാരി പണിയുന്നത് ജലാൽക്കയാണ്. ഗൈസ് നോക്കൂ, ഇപ്പോൾ ഈ വണ്ടിയുടെ സർവീസും പിന്നെ അതുകൂടാതെ ഇത് കണ്ടോ, നമ്മുടെ സ്ട്രോം ഇവിടെ കിടപ്പുണ്ട്, ഇതിൻ്റെ ഒരു സർവീസും ഉണ്ട്. അപ്പോൾ ഇത് 2 സർവീസും ഓയിൽ ചേഞ്ചും പിന്നെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യണമല്ലോ. കാരണം ഓട്ടത്തിൽ ഇപ്പോൾ റോഡുകളുടെ മോശാവസ്ഥ കൊണ്ട് അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് അലൈൻമെന്റും പിന്നെ അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ മൊത്തത്തിൽ ഈ എറണാകുളത്ത് ഞങ്ങൾ എത്ര വണ്ടിയാണ് പണിയെന്ന് നിങ്ങൾക്ക് അറിയാമോ? 4 വണ്ടി. അതായത് നമ്മുടെ SS നെപ്പോളിയൻ, ബെൻസ്, ഡൈക്കോർ, സ്ട്രോം, ഇത്രയും വണ്ടി പണിയും. ഒരു യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കിയ പൈസ എല്ലാം വണ്ടിക്ക് ഞങ്ങൾ കൊടുക്കും. ഞങ്ങൾ വേറെ ഒരു മനുഷ്യൻ അല്ല, ഞാൻ പറയട്ടെ, അതായത് ഞങ്ങൾ വേറെ ഒന്നിനും 5 പൈസ മുടക്കില്ല, പക്ഷെ വണ്ടിക്ക് ഞങ്ങൾ പൈസ മുടക്കും. അതാണ് വണ്ടിക്ക് ഞങ്ങൾ കാശ് മുടക്കും, വേറെ ഒന്നിനും ഞങ്ങൾ കാശ് മുടക്കും. വേറെ കാര്യമുണ്ട് ഇവനെ, ജലാൽക്കായ്ക്ക് നമ്മുടെ വണ്ടി ഇടിച്ചു കഴിഞ്ഞിട്ട് അത് പണിയാൻ ഒരു അവസരം കിട്ടി. അങ്ങനെ നമുക്ക് ജനങ്ങളെ എല്ലാം ജലാൽക്കയ്ക്ക് ഇതിങ്ങനെ പടുത്ത് കാണിക്കാന്നുള്ള ഒരു കിട്ടിയത് കാരണമല്ല ഇത്ര വണ്ടി. അതായത് അത് ഒരു അവസരം കിട്ടി. അതായത് ഈ വണ്ടി റീബിൽഡ് ചെയ്ത് അതായത് എല്ലാവരും വിചാരിച്ചാണ് ഇത് പോയെന്നുള്ളത്. റീബിൽഡ് ചെയ്ത് നിരത്തിലിറക്കാൻ ഒരു അവസരം കിട്ടി. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ജലാൽക്ക് പണി അറിയാം. പിന്നെ അതേപോലെ വണ്ടീനെ കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ടെന്ന്. കേരളത്തിൽ ടാറ്റ സഫാരി ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാലും ടാറ്റ, മെയിനായിട്ട് ടാറ്റ സഫാരി പ്രശ്നം വരുന്നത് അതിൻ്റെ അത് കൈ ഇടാൻ പാടാന്ന് അല്ല. വേറെ കേസ്, നിങ്ങൾ വേറെ ഏത് പ്രീമിയം വണ്ടി എടുത്തു, പക്ഷേ നിങ്ങളൊരു ടാറ്റ സഫാരി കൊണ്ടു നടക്കണമെങ്കിൽ ഇച്ചിരി പാടുവിടും. കാരണം അതിന് ഇച്ചിരി മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ട്, അത് കൊണ്ടു നടക്കേണ്ട ഒരു രീതിയുണ്ട്. പിന്നെ അത് ഓടിക്കുന്ന ഒരു ഫീലിംഗ്, അതൊരു ഒന്നൊന്നര ഫീലിംഗ് ആണ്. അത് വേറെ ഒരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ പൊസിഷനിലും ഇരിക്കുന്ന ആളുകളും ഈ വാഹനം ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഓരോ വണ്ടികളായിട്ട് നോക്കാം. ഇത് അവിടെ ഒരു കറുത്ത വണ്ടി കിടപ്പുണ്ട്, ഇവിടെ ഒരു വെള്ള വണ്ടി കിടപ്പുണ്ട്, ഇവിടെ ഒരു ചുമന്ന വണ്ടി കിടപ്പുണ്ട്, വെള്ള വണ്ടി കിടക്കുന്നുണ്ട്. ടാറ്റ സഫാരിയുടെ എല്ലാ കളറും ഇവിടെ
കൊണ്ടുവന്നേക്കാണ് ഇതാ എല്ലാ മോഡലുകളും ഉണ്ട്. അല്ല അത് 2.2 VTT അല്ലേ എന്റെ സെയിം സാധനം BS4 2011. അതൊരു വെള്ള നമ്മുടെ BS2 നമ്മുടെ ഏതാ നമ്മുടെ BS4 ആണ് അല്ല നമ്മുടെ BS3 ആണ് അതായത് ബ്ലാക്ക് നമ്മുടെ സ്റ്റോം അത് BS4. എത്ര ടൈപ്പ് സഫാരി ഉണ്ട് എത്ര മോഡൽ 1 മുതൽ 5 വരെ ഉണ്ട് ഒരു എഡിഷനിൽ 1 മുതൽ 5 വരെ ഉണ്ട് ഗൈസ്. അതായത് ആദ്യം ഈ സഫാരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ ചെയ്ത് വന്നിരിക്കുന്നത്. അതായത് വേറെ പല വണ്ടികളും ഉണ്ടാവും പക്ഷെ അതായത് 3 പിന്നെ 2.2 ഡൈക്കോർ പിന്നെ അതേപോലെ തന്നെ ആദ്യം മുതൽ പറയണ ഏതൊക്കെ വരും 1998 അതായത് TCIC ആദ്യത്തെ എഞ്ചിൻ ഏറ്റവും അതാണ് അത് പഴയ വർഷോപ്പിൽ കിടപ്പുണ്ടെന്ന്. അതെ അതിവിടെ രണ്ടെണ്ണം കൂടി ഉണ്ട് കിടപ്പുണ്ട് ആദ്യത്തെ മോഡൽ ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് എന്തൊക്കെ തരത്തില് നമ്മളിങ്ങനെ കൊണ്ടുവന്നിറക്കിയാലും നമ്മള് കാശ് കയ്യിൽ വെച്ചിട്ടും കാര്യമില്ല. പണിയാൻ ചെല്ലുന്ന സ്ഥലത്ത് അവന്റെ ഐഡിയയില് അവൻ പറയുന്നത് പോലെ കറക്റ്റ് ചെയ്താലേ ആ വണ്ടി കറക്റ്റ് ചൊവ്വാവുള്ളൂ. എനിക്ക് ഇത്രയും എക്സ്പീരിയൻസുകൾ വന്നത് ഞാൻ ഓൾറെഡി ആദ്യം ഒരു സഫാരി മേടിച്ച് അത് വർക്ക്ഷോപ്പിൽ വേറൊരു ഓരോരുത്തരത്തും കൊടുത്തു കഴിഞ്ഞപ്പോ അത് എനിക്ക് തോന്നി ഇത് നടപടി. ഈ സഫാരിക്ക് ഒരു ഗുണമുണ്ട്, ഒരു കാലത്തും കാലം എത്ര വളർന്നാൽ ഈ സാധനം ഒരിക്കലും ഔട്ട് ആവില്ല, ഈ ഡിസൈൻ ഔട്ട് ആവില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതാണ് ഈ സാധാരണക്കാരെ SUV വണ്ടി കയറി പഠിപ്പിച്ച് എനിക്ക് തോന്നുന്നു സഫാരിയാന്ന് തോന്നുന്നത്. ഇനി ഒരു കാര്യം പറയാം, ഇതുണ്ടോ ഇതൊരു വേറൊരു കളറ്, ഇത് ചുമപ്പ് വേറൊരു ഡിസൈനിലാക്കിയ വേറൊരു കളറ്. ഇനി ഇത് നോക്കിയേ, ഇത് ആദ്യത്തെ മോഡലാണോ? അല്ലല്ലോ, ആദ്യത്തെ മോഡലാണ്. പക്ഷെ ഇതിന് ഗ്രില്ല് മാറി അല്ലേ? ഡൈക്കോർ ഫ്രണ്ട് ഗ്രില്ല് മാറ്റി. ഫ്രണ്ട് ബമ്പർ മാറിയതാണ്. ഓ ആ വണ്ടി. പിന്നെ അതേപോലെ തന്നെ ഇതാ ഇങ്ങോട്ട് വരുന്നത് കറുപ്പ്. ഇതിന്റെ എല്ലാത്തിന്റെ ഇന്റീരിയറില് വ്യത്യാസങ്ങളുണ്ടാവും. ഇത് പഴയതാണോ പുതിയതാണോ ആകെ വ്യത്യാസം വരുന്നത് ഈ ലോഗയാണ്. ഇത് പഴയതില് ഇങ്ങനെ കേട്ടോ, ടാറ്റ എഞ്ചിനീയറിംഗ് ഒറിജിനൽ ടാറ്റയുടെ ബെൻസിന്റെ പോലത്തെ ഇത് കണ്ടോ. ഇതൊക്കെ ഓരോ വാഹനങ്ങൾ ഓരോ സ്ഥലത്തു നിന്ന് വന്ന് കിടക്കുന്നതാണ്. ഇത് കൂടാതെ പല സ്ഥലങ്ങളിൽ വണ്ടി കിടപ്പുണ്ട്. നമ്മൾ ടാറ്റ മാത്രമല്ലേ പണിയുള്ളൂ? ഓൺലി ടാറ്റ. ഇവിടെ വരുന്ന ആൾക്കാരോട് ഞങ്ങൾ പണിത് കഴിഞ്ഞ് ടാറ്റ പറഞ്ഞ് വണ്ടി കൊടുത്തു വിടും അല്ലേ? ഓൺലി ടാറ്റ മാത്രമേ പണിയുള്ളൂ. ടാറ്റയും പ്രത്യേകിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് എനിക്ക് ടാറ്റ സഫാരിയാണ്. വേറെ പിന്നെ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ടേ മറ്റു ഇപ്പം തന്നെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി എത്ര വണ്ടി ഉണ്ടെന്ന് നിങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത് കൂടാതെ പഴയ വർക്ക്ഷോപ്പിൽ വേറെയും വാഹനങ്ങൾ കിടപ്പുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു. ഇതൊക്കെ ആദ്യം മുകളിൽ ടാറ്റ സഫാരി സംഭവങ്ങളാണ്. വേറെ ഒരെണ്ണം. ഇനി വേറൊരു സാധനം കാണിച്ചു തരാം. എൻ്റെ വണ്ടി ഇടിച്ച് പൊളിഞ്ഞ പോലെ തന്നെ വേറൊരു വണ്ടി മരത്തിനിടിച്ച് ഒന്നും പറ്റിയില്ലെന്ന് കേട്ടോ ജലാൽക്ക പറഞ്ഞ്. രണ്ടുപേരുണ്ടായിരുന്നു ഫ്രണ്ടിൽ. കോതമംഗലത്തായിരുന്നു ഇത് ആക്സിഡന്റ് നടന്നത്. അതായത് അവര് പറഞ്ഞത് ബൊലീനോ ആയിരുന്നു വണ്ടി എന്ന് പറഞ്ഞത്, മാരുതി ബൊലീനോ. ആ വണ്ടി ഫാമിലി വെഹിക്കിൾ ആണ്, നമുക്കൊരു ഡിസ്റ്റൻസിൽ അറിയാൻ പറ്റുള്ളൂ. ആ വണ്ടിയുടെ വരവ് കണ്ടിട്ട് ഇവൻ സൈഡ് കൊടുത്ത് ഇടിച്ച്, അതായത് മരത്തിലിടിച്ച് വണ്ടി ഞെരിങ്ങി അടുത്തുള്ള മതിലിൽ പോയി കയറി മണൽത്തിട്ടയിൽ പോയി ഇടിച്ച് ആ ലെവലില്. എന്നിട്ട് അവന്മാരെ ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നു. ഇടേണ്ടി വന്നു. പക്ഷെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം അവർക്ക് എന്നെ വിളിച്ച് എന്നെ അടുത്ത് എൻക്വയറി ചോദിച്ചു, കൊണ്ടുവരട്ടെ വേണോ? ഞാൻ പറഞ്ഞു എന്നാ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അങ്ങനെ ഇവര് കഴിഞ്ഞ ആഴ്ച ഈ വണ്ടീനെ ഇവിടെ എത്തിച്ചു. രക്ഷിച്ചാണ്. അതായത് ഇടിച്ചു കഴിഞ്ഞാൽ അത് അറിയാലോ, ഇടി കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ആ വണ്ടി തകർന്നു പോയാൽ അതിനകത്തുണ്ടായിരുന്ന ആരെങ്കിലും ഒന്നിലേക്ക് കാലൊടിയും അല്ലെങ്കിൽ ഒരെണ്ണത്തിന്റെ ജീവൻ പോകും, ഉറപ്പാണ്. ആ വണ്ടി ടോട്ടൽ ലോസ് ഇങ്ങനെയുള്ള ലെവലില്, കാരണം ഇത് ഫേസ് ടു ഫേസ് ഇടിച്ചറിയാലോ. അതിന്റെ പേരിലും ഫേസ് ടു ഫേസ് ഇടിപ്പിച്ചില്ല. നോക്കിയ സംഭവം വണ്ടിയുടെ ഫ്രണ്ട് ഇടിച്ചു കഴിഞ്ഞാല് ഫ്രണ്ട് ഇടിച്ച് ഇങ്ങനെ പൊളിഞ്ഞു കയറുമല്ലോ, അവനിങ്ങനെ ചരിച്ചാണ്. ഇത് ഫ്രണ്ട് മണത്തിട്ടേ പോയാണ് ഇടിച്ചത്. പക്ഷെ വണ്ടി വെച്ചു കൊടുത്തത് അവൻ ബാക്കാണ്. കൊണ്ടുപോയി ഇടിച്ചിരുന്നെങ്കിൽ ആ വണ്ടി നേരെ ഇടിച്ചത് തെറിച്ച. അതായത് വേറൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ ചെയ്തു. ഈ വണ്ടീനെ അവൻ ബലിയാടാക്കി. മനസ്സിലായിട്ടോ ഗൈസ്? ഈ ടാറ്റ സഫാരിക്ക് ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ ഇറങ്ങുന്ന വാഹനങ്ങളായിട്ട് ഫേസ് ടു ഫേസ് ഇടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇറങ്ങുന്ന വാഹനങ്ങൾ തകർന്നു പോകും. കാരണം ഇത് അത്ര സ്ട്രോങ് ആണ് വാഹനം. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ വണ്ടി ഇത്ര പൈസ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഞങ്ങൾ കൊണ്ടു നടക്കുന്നത്. അതിന്റെ കാരണം ഇനി ഞാനൊരു വണ്ടി എടുക്കുന്നതിന് ഫോർച്യൂണർ എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ അത് മാറ്റി ഞാൻ എൻഡവർ, അതായത് എൻ്റെ ഇപ്പം ഡൈക്കോർ ഉണ്ട്, സ്ട്രോം ഉണ്ട്. ടാറ്റയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി, സ്വപ്നം കണ്ട വണ്ടി അതെ, അത് രണ്ടും ഞാൻ എടുത്തു. ഇനി നോക്കുകയാണെങ്കിൽ എൻഡവർ എടുക്കുകയുള്ളൂ. പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അത് വേറൊന്നുമല്ല, 10 ലക്ഷം രൂപയ്ക്ക് സൺറൂഫ് ഡൽഹി വണ്ടി, അതുകൊണ്ടാണ് എടുക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് അടുത്തൊരു വണ്ടി ഇവിടെ കിടപ്പുണ്ട്. പിന്നെ
ഇവിടെ ഒരു കറുത്ത വണ്ടി കിടപ്പുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോരോ സ്ഥലത്തുനിന്നാണ്, കേരളത്തിൽ നിന്ന് പലയിടത്തുനിന്നായിട്ട് ഇവിടെ വന്നേക്കണാണ്. ഇപ്പൊ ഈ കിടക്കുന്ന വണ്ടികളൊക്കെ കേരളത്തിലുള്ളതാണ്. പിന്നെ ആ വണ്ടി ഗോവയിലുള്ളതാണ്. അത് ഗോവയിൽ നിന്ന് വന്നേക്കണാണ്. പക്ഷെ അതിന്റെ ഓണർ ഇപ്പോ കുറച്ച് എന്തോ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിട്ട് നിൽക്കുന്നതാണ്. അതങ്ങനെ ബാക്കി ആ വണ്ടി കൊല്ലത്തുനിന്ന് വന്നിരിക്കുന്നതാണ്. അതൊരു 2 ഡൈക്കോർ ഉണ്ട്. വാ കാണിച്ചു തരാം. അല്ല 2 ഡൈക്കോർ അല്ല, 2 സ്ട്രോം. 1 2 അല്ല, ഇത് ഒരു ഇതേ 2 ഇവിടെ പണിയാൻ വേണ്ടി വേറെ ഇട്ടുണ്ട് കേട്ടോ. ഇതോ ഏതാണ് ഇത് നമുക്ക് വർക്ക് ചെയ്യാനുള്ളതാണ്. ഇത് ഏത് മോഡലാ? ഇത് 2007 3 ലിറ്റർ ആണത്. 2007 3 ലിറ്റർ. ഇത് നോക്കിയേ, ഇത് സ്ട്രോം. ഇതിന്റെ ഓണർ ഗൾഫിലാണ്. ഇതിന്റെ ഓണർ ഗൾഫിലാണ് ഗൈസ്. ഈ കാണുന്ന ടാറ്റ പണിയാൻ വേണ്ടി വന്ന സ്ട്രോം ആണ്. പിന്നെ അത് കൂടാതെ ഇതാ അടുത്ത സ്ട്രോം. ഇത് VX ആണല്ലോ. ഇത് പാലയിലുള്ള കണ്ണൻ ചേട്ടന്റെ വണ്ടിയാണ്. കണ്ണൻ ചേട്ടൻ ഈ മെമ്പറാണ് പുള്ളി. അല്ല ഇത് VX അല്ലേ? എന്റെ VX അല്ലേ? പക്ഷെ എന്റെ VS അല്ല എക്സ്പ്ലോറേഷൻ. ഇത് VX. ഈ എക്സ്പ്ലോർ എഡിഷൻ കിട്ടാൻ പാടാട്ടോ. അതാണ് നിസാര കയ്യിലെണ്ണുന്ന വണ്ടികൾ ഇന്ത്യയിൽ ഇറങ്ങി. ഇത് ആര്യ ഈ സാധനത്തിന്റെ ഉള്ളിലേക്ക് ഇതാണോ? ഈ ലോഗോയും സൈഡ് ലോഗോ ഉണ്ട്, അത് എക്സ്പ്ലോർ എഡിഷൻ ആണ്. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. പിന്നെ ഇത് നോക്കിയേ, ഇത് വെരിക്കോർ എഞ്ചിൻ. അതായത് ഇത് ഇറങ്ങിയതില് ഏറ്റവും നല്ല എഞ്ചിൻ, ടാറ്റയുടെ ഏറ്റവും സൂപ്പർ എഞ്ചിനാണ്. ഇന്ത്യയിൽ നോക്കിയേ, ഈ സാധനം ഇന്നോവ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടിയാണ് നല്ലത്. പക്ഷെ ആർക്കും അതിനെ കുറിച്ച് അറിയത്തില്ല. സംഭവം ഭാഗ്യവശാൽ വിജയിച്ചില്ല. അതാണ് സംഭവം. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റോയിൽ ഇരുന്നാലും നമ്മൾ ഫ്രണ്ടിൽ ലെഗ് സ്പേസ് അത്രയും സൂപ്പറാണ്. ഈ 2 വണ്ടി വെച്ച് നോക്കാം. 2 ഉണ്ടല്ലേ ആര്യ? 2 ആര്യാണ്. ഇതൊരു എബിന്റെ കസ്റ്റമർ, എബിന്റെ ഫാൻ നമ്മുടെ യൂട്യൂബിലേക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പുള്ളി ഇഷ്ടപ്പെട്ട അങ്ങനെ ഒരു വാഹനം മേടിച്ചതാണ്. അങ്ങനെ അവിടുത്തെ വർക്ക് അവിടെ കൊല്ലം ഭാഗത്ത് കൊടുത്തിട്ട് കറക്റ്റ് ആവാഞ്ഞിട്ട് എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സഫാരിയുള്ള കൊല്ലം ഭാഗത്തൊന്നും അല്ലേ? കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം, തിരുവല്ല, കൊല്ലം, പത്തനംതിട്ട, ആ ഒരു ഏരിയയിലേക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നത്. എല്ലായിടത്തും ഉണ്ടെന്നോ, പക്ഷെ കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ആ ഭാഗം കൺഫ്യൂഷൻ ആണ് കൂടുതലും. ഇപ്പം കൂടുതലുള്ള ജലാൽക്കാട് കഴിച്ചത് നോക്കിയാൽ ഇങ്ങനെ കിടക്കുകയാണ് വണ്ടികൾ. എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ജലാൽക്കാനെ വണ്ടി ഏൽപ്പിച്ച എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട്. കാരണം നിങ്ങൾ വിശ്വസിച്ച് വണ്ടി കൊണ്ട് കൊടുത്തതും പുള്ളി ഇപ്പം പഴയ വർക്ക്ഷോപ്പിൽ നിന്ന് പുതിയ വർക്ക്ഷോപ്പ് ഇത് ഇവിടെ തുടങ്ങി. ഇവിടെയാണ് ഇഷ്ടംപോലെ വണ്ടികളും സംഭവങ്ങളൊക്കെ ഇടാം. നല്ല സമാധാനത്തിൽ പണിയാൻ. ഞാൻ പോകുന്ന വഴിക്ക് പഴയ വർക്ക്ഷോപ്പും കാണിച്ചു തരാം. അവിടെയും വണ്ടികളും സാധനങ്ങളൊക്കെ പണിയുന്നുണ്ട്. എന്നാ മിസ്റ്റർ ദീപച്ചേട്ടാ, ദീപച്ചേട്ടനില്ല കറങ്ങി നടക്കാം കേട്ടോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും അല്ല, ദീപച്ചേട്ടൻ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? 2 അഭിപ്രായം പറഞ്ഞു. വെറുതെ ഇരിക്കുമല്ലേ? മനോഹരം. വണ്ടി ഡ്രൈവ് ചെയ്ത് പോയില്ലേ വീടെത്തി, അത് ദീപച്ചേട്ടനാണ് അതിന്റെ. ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോയത് ദീപച്ചേട്ടനാ, കറുത്ത വണ്ടി അല്ലേ? ഡൈക്കോർ ദീപച്ചേട്ടനാണ് ഇവിടുന്ന് പണി കഴിഞ്ഞ് എടുത്തോണ്ട് പോയത്. എങ്ങനെയാണെന്ന് പറയാനാ പറഞ്ഞേ? കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പേടി ഞാൻ ഹോൾഡ് ചെയ്ത് നിൽക്കായിരുന്നില്ലേ? നിങ്ങൾ വീട് ലൈൻ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല, വീട്ടിലെത്തിയില്ലേ? ഒരു കുഴപ്പമില്ല, സാധനം വീട്ടിലെത്തി. കാരണം ഈ നമ്മുടെ ഈ ഒരു ടാറ്റ എന്ന് പറയുമ്പോൾ ടാറ്റയുടെ ഈ വാഹനങ്ങൾ, ഈ വാഹനത്തിന്റെ ഈ കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തും ഒക്കെ നിർത്തും. നിങ്ങൾക്ക് പാർട്സ് കിട്ടണമെങ്കിൽ ഒരു 4-5 ദിവസം വെയിറ്റ് ചെയ്യണം. പിന്നെ ചില പാർട്സ് കിട്ടാൻ പാടാണ്. പക്ഷെ ജലാൽക്കാട് എടുത്ത് എല്ലാ പാർട്സും ഉണ്ട്. നിങ്ങൾക്ക് വണ്ടി അറിയാം. ഈ കൈ കണ്ടാൽ തന്നെ അറിയത്തില്ല. ഈ കൈകൾ ശുദ്ധമാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർട്സും സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട. അതായത് ടാറ്റയുടെ സഫാരിയും കൊണ്ട് നിങ്ങൾ വന്നാൽ പാർട്സ് സാധനങ്ങൾ അത് ജലാൽക്ക എടുത്തുണ്ടാവും. നിങ്ങൾക്ക് ജലാൽക്കേനെ ഞാൻ കോൺടാക്ട് ചെയ്യാം. കാരണം കുറേ പേര് നിങ്ങൾ പ്ലീസ്, അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ജലാൽക്കാരുടെ നമ്പർ ഇട്ടുണ്ടാവും. അപ്പോൾ അതാണ് ജലാൽക്കാരുടെ നമ്പർ. അതുകൊണ്ട് എൻ്റെ നമ്പർ വിളിച്ചു വെച്ചിട്ട് വീണ്ടും ജലാൽക്കാരുടെ നമ്പർ ഞാൻ ചോദിക്കരുത്, അല്ലേ? അതായത് ജലാൽക്കാരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ടാവും. അല്ലെ പഴയ ടാറ്റ സഫായിട്ട് നമ്മുടെ വീഡിയോകൾ നോക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പം നിങ്ങൾക്ക് ജലാൽക്കാനെ കോൺടാക്ട് ചെയ്യാം. ജലാൽക്ക നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷനും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തരും. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ പഴയ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. ഞങ്ങളുടെ വണ്ടികൾ കൊടുത്തിട്ട് നേരെ നജീബിക്ക് എടുത്തിട്ട് പോകാം. വണ്ടി തകറിയായിട്ട് അവിടെ നമ്മുടെ സാന്നിധ്യം ആവശ്യമാണ്. അവിടെ നമ്മുടെ SS നെപ്പോളിനെ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നീങ്ങിയാണ് സുഹൃത്തുക്കളെ. പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞിതിൽ നിന്ന് കാരണം എബിനോട് ഞാൻ ചോദിച്ചെങ്ങനെയാണ്, ഞാനത് പണിത് തരേബി, ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ഈ കിടക്കാണ് അത് പോയാകെ, അല്ല ഞാൻ ജലാലിക്കോട് പറഞ്ഞ് തൂക്കി കൊടുക്കുവാണ്. ഞാൻ പണിയുന്നില്ല, എനിക്ക്
താല്പര്യമില്ല. പക്ഷെ എനിക്കൊരു അവസരം തരുമെന്ന് എന്നോട് 2-3, അപ്പം പിന്നെ ഞാൻ ലിബിനോട് ചോദിച്ചു, ലിബിൻ പറഞ്ഞാൽ കൊടുക്ക്. എന്തായാലും ആ സാധനം തിരിച്ചു കിട്ടി. അപ്പോൾ പിന്നെ അതിങ്ങനെ നമ്മൾ പിന്നെ ഒരു പ്രാവശ്യം അങ്ങനെയല്ല, ഒരു സംഭവം ഒരാൾക്ക് ഒരു പണി ചെയ്ത് കാണിച്ച് അത് എല്ലാവരും കാണിച്ചാലും ആ പുള്ളിക്കാരൻ അത് മറ്റുള്ളവർ അത് വിശ്വസിക്കുള്ളൂ. ഞാൻ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ വിശ്വസിക്കില്ല. പുള്ളിക്കാരൻ ചെയ്ത് കാണിച്ചു, പുള്ളിക്കാരൻ അതിനുള്ള റിസൾട്ട് കിട്ടി അല്ലേ? അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്തായാലും ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വണ്ടി പണിയാണ്ട് ഇവിടെ കൊണ്ടുവരാം. അപ്പം ഞങ്ങൾ നേരെ പോവാണ്. നേരെ എങ്ങോട്ട് പോവാണ്? നമുക്ക് പഴയ വർക്ക്ഷോപ്പിൽ പോവാം. യെസ്, നമ്മൾ നമ്മുടെ പഴയ വർക്ക്ഷോപ്പിലേക്ക് പോവാട്ടോ. ജലാൽക്കാരുടെ വക എല്ലാവർക്കും ബിരിയാണി. അതെ, ആയിക്കോട്ടെ. അതായത് ഇന്ന് ജലാൽക്ക് ചെലവ് ചെയ്യാണ്, ഓരോ ബിരിയാണി മേടിച്ചു തരാന്നാ പറഞ്ഞിരിക്കുന്നത്. ഫൈനലി നമ്മളങ്ങനെ ജലാൽക്കാരുടെ അടുത്തെത്തി. ഇതായിരുന്നു ജലാൽക്കാരുടെ പഴയ വർക്ക്ഷോപ്പ്. ഇവിടെ ഇട്ടാണ് ഞങ്ങളുടെ വണ്ടി പണിതുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവിടെ നിന്നാണ് ഇപ്പൊ നമ്മൾ പുതിയ വർക്ക്ഷോപ്പിലേക്ക് മാറിയത്. നമുക്കൊരു ഇത് കിട്ടിയല്ലേ, സ്കെയില് കൂടി. ലിബിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലിബിൻ എന്ന് പറയുന്ന 2 യൂട്യൂബേഴ്സ് അവർ ചേർന്ന് നടത്തുന്ന വലിയൊരു എന്താ പറയാ, ഒരു അവരെ ഇനി ഏത് ലെവലിലെത്തുന്നു പറയാൻ ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും ഇവനെ കളയരുത് കേട്ടാ. അത്രേ ഉള്ളൂ. എത്ര വർഷം കഴിഞ്ഞാലും വീട്ടിലാണെങ്കിലും എന്തായാലും ഞങ്ങൾ കൊടുക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, ഇനി കൊടുക്കുന്നില്ല. കൊടുക്കരുത് ഇല്ല. ചേട്ടൻ ബാവ അനിയൻ ബാവ എന്ന് പറഞ്ഞ പോലെ ഒരു ചേട്ടനാണേലും ഒരു അനിയൻ അല്ലേ? ആ ശരി, ഇത് ചേട്ടനും അനിയനും ഉള്ളല്ലേ? ഈ 2 സാധനം ഇങ്ങനെ കിടക്കുന്ന ഒരു ലുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതൊരു പ്രത്യേക ഫീലിംഗ് ആയിട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ ജലാൽക്കയുടെ വർക്ക്ഷോപ്പിൽ നിന്ന് നേരെ ഞങ്ങൾ പോകും. അതായത് അവിടെ നമുക്ക് ചെല്ലണം, അവിടുത്തെ പണികളും കാര്യങ്ങളും നോക്കണം, പെട്ടെന്ന് തീർത്തിറങ്ങേണ്ടതാണ്. അപ്പൊ ജലാൽക്ക അടുത്ത ദിവസം കാണാം. ബൈ ബൈ. അപ്പൊ ഞങ്ങൾ പൊക്കോട്ടെ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വർക്ക്ഷോപ്പിലെത്തി. നമ്മുടെ വണ്ടി സൈഡാക്കുന്നു. നമ്മൾ നേരെ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് കയറുന്നു അല്ലേ? അല്ലടാ, ഇനി നമ്മുടെ വണ്ടിയുടെ പരിപാടി എന്തായാലും നമുക്ക് നോക്കണ്ടേ? യെസ്, ഞങ്ങളുടെ ആവശ്യം ഇവിടെ വളരെ അനിവാര്യമാണ്. നജീബിക്ക് ഇപ്പം വരും. നജീബിക്ക് ഒരു കല്യാണത്തിന് പോയതാണ്, അത് കഴിഞ്ഞ ഉടനെ നജീബിക്ക് എത്തും. അപ്പം ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിപാടി തോന്നുന്ന കട്ടിലിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു. ബർത്തിന്റെ പരിപാടി തുടങ്ങാം. ഗൈസ്, ഇന്നുണ്ടല്ലോ കുറേ അധികം ആൾക്കാർ വണ്ടിയിൽ നിന്ന് പണിയുന്നുണ്ട്. അതായത് ഇന്നൊരു 5 പേര് പണിയുന്നുണ്ട്. അതായത് പുട്ടി വർക്ക്, ഗ്രൈൻഡിങ്, ബെൽഡിങ്, ഇപ്പോൾ ഒരു ഗ്ലാസ് ഒക്കെ റിമൂവ് ചെയ്യാനും പരിപാടികളൊക്കെ തുടങ്ങി. അതായത് വേറെ കാര്യമുണ്ട്, എല്ലാം ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് വണ്ടി പണിയുന്നത്. നമ്മുടെ വിഷ്ണു 4 കൊല്ലമുള്ള പരിചയം. അതായത് നമ്മളുണ്ടല്ലോ ജലാൽക്കാരുടെ അടുത്തുനിന്ന് വണ്ടിയുടെ പരിപാടികളും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ ഇനിയിപ്പം ഇതിൻ്റെ കാര്യങ്ങൾ നോക്കണം. അതായത് എപ്പോഴും ഒരാൾ വേണം ഇവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞെടുക്കാൻ. നജീബൊക്കെ ഓൾറെഡി ഇവിടെ ഇല്ല, ഇനിയും വരണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങിട്ടോ. ഇത് കണ്ടോ, ഇവിടെ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ലെവലായിക്കൊണ്ടിരിക്കുക. അതായത് ഇത് കണ്ടോ, ഈ ഒരു മെഷീൻ വെച്ച് ആദ്യം എല്ലാം ഗ്രൈൻഡ്, അങ്ങനെയല്ലടാ വിഷ്ണു, എല്ലാം ഗ്രൈൻഡ് ചെയ്തോളൂ. ഇതുണ്ടോ, ഇതേപോലെ ഫുള്ള് ഗ്രൈൻഡ് ചെയ്തോളും. തുരുമ്പുള്ള പിന്നെ നമ്മുടെ എന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇതിന് ചെറിയ വളവുകളുണ്ട് ഈ ഇതിന്. അപ്പം പരമാവധി ചുറ്റേക്ക് അടിച്ചടിച്ച് ലെവലാക്കിയിട്ട് ഇത് കണ്ടോ വീണ്ടും പുട്ടി. ഈ മെഷീൻ ഏറ്റവും ഡേഞ്ചർ ആട്ടോ, നോക്കണം, കാലം അതേപോലെ പോയി പോകും. ഇത് കണ്ടോ, ഈ കാണുന്ന സാധനം കണ്ടോ, അതായത് ഈ ഒരു പാട്ട, ഈ ഒരു സംഭവം ഇത് മൊത്തം പോയിരിക്കുകയാണ്. അപ്പം ഇത് മൊത്തം ലെവലാക്കാനുണ്ട്. അപ്പം ലെവലാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യണം, അതെല്ലാം സെറ്റപ്പ് ആക്കി എടുക്കണം. അങ്ങനെ ഓരോന്ന് പുട്ടിയിട്ടൊക്കെ ലെവലാക്കണം. അങ്ങനെയുള്ള പരിപാടികൾ ഓരോ നടക്കുന്നുണ്ട്. ഇവിടെ പുട്ടിയൊക്കെ മിക്സ് ചെയ്ത്, പുട്ടി എന്നൊക്കെയാണ് മിക്സ് ചെയ്യുന്നത്? ഇതെന്നൊക്കെയാ? മെറ്റൽ പേസ്റ്റ്. പുട്ടിയല്ല കേട്ടോ, മെറ്റൽ പേസ്റ്റ് കൊണ്ട് ഫില്ല് ചെയ്യുക അല്ലേ, എന്നിട്ട് പുട്ടി ഇടും അല്ലേ? മെറ്റൽ പേസ്റ്റാ കൈസ് ഉപയോഗിക്കുന്നത്. എനിക്ക് അല്ലേ? ഇവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു പുട്ടി വർക്കിനും കാര്യങ്ങളൊക്കെ. ഇനി ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് പോകും. അതായത് ഈ വാഹനത്തിന്റെ എല്ലാ കാര്യങ്ങളും. ഇത് കണ്ടോ, ഇത് നമ്മുടെ ടാങ്കാണ്. ഇതിനിപ്പോൾ ഫൈബർ അടിക്കണം. അതിന് ചെറിയ ലീക്കുണ്ട്. അപ്പോൾ ഫൈബർ അടിച്ച് ഒന്ന് ലെവലാക്കി വെക്കണം, ഒരു തുള്ളി ലീക്ക് ഉണ്ടാവില്ല. മൊത്തം ഒന്ന് ഫൈബർ അടിച്ച് ലെവലാക്കി എടുക്കേണ്ട ഒരു കേസുണ്ട്. നമ്മുടെ ബേക്ക് ഭാഗം ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ അതും ആ ചേട്ടൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കമൺ, ഈ വശത്തോട്ട് വരൂ. ഇത് കണ്ടോ, ഗ്ലാസ് റിമൂവ് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. ഗ്ലാസ് ചെത്തി എടുക്കുക കേട്ടോ. ഈ ഗ്ലാസ് ഒക്കെ പൊട്ടിയതാണ്. ഭയ്യാ ആരാംസേ കരോ, वो टेम्पररी नहीं है, नॉर्मल ग्लास है. നോർമലേ. ഇതൊക്കെ മാറ്റി ടഫനാക്കണം കേട്ടോ. ടഫനാക്കിയില്ല പണിയാണ്. അപ്പോൾ അത് അവന്മാരെടുക്കാനുള്ള മുറിച്ച് സെറ്റപ്പ് ആക്കും. ഇതുണ്ടോ, ഈ 2 ഗ്ലാസ്സിന് വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ ഗ്ലാസ് ഉണ്ടോ, പക്ഷെ ഇവിടെയൊക്കെ സൈഡ് ഉണ്ടോ ഫുള്ള് തുരുമ്പെടുത്ത്. എന്തായാലും ഇനി ആ ഗ്ലാസ് മാറ്റിയിടുന്നതിന് എപ്പോഴും നല്ല കാര്യം. സൈഡെല്ലാം തുരുമ്പിച്ചാൽ റണ്ണിങ്ങിന് ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ട്, ഇതൊക്കെ കുത്തി നോർമലാണോ, നോർമൽ ഗ്ലാസ് ആണോ, നോർമൽ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കുത്തി ലെവലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ വിചാരിച്ചോണ്ടിരുന്നത്, ഈ പെയിന്റ് പൊങ്ങിയിരുന്നപ്പം
ഈ പെയിന്റ് പൊളിഞ്ഞു പോരുന്നല്ല നമ്മൾ ചിന്തിച്ചോണ്ടിരുന്നത്. അല്ലടാ ഇത് ടഫനാട്ടോ. ടഫൻ ഡബിൾ ലെയർ ഇതാ. ഡബിൾ ലെയറാ? ഇതുണ്ടോ ടഫൻ തന്നെയാ, നോർമൽ ഗ്ലാസ് അല്ല. ടഫൻ ഡബിൾ ഗ്ലാസ്. ഇത് നോക്കിയേ, 2 ഗ്ലാസ് കണ്ടോ? ഇത് കണ്ടോ, 2 ഗ്ലാസ്സായി കാണുന്നത്. ടഫൻ തന്നെ 2 ഗ്ലാസ്. ഓരോ പരിപാടികൾ നടക്കും കേട്ടോ. നമ്മൾ ബാക്കോട്ട് വരുവാണെങ്കിൽ ഇത് നമ്മൾ ഡിക്കി ആയിട്ട് തന്നെ നേരത്തെ ഉള്ള പോലെ തന്നെ വെച്ചാക്കുവാണ്. സ്റ്റോറേജ് അതിന് മേളില് ബെഡ് വരും. ഈ പ്രാവശ്യം പെർപ്പസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട്, അതായത് ഈ പ്രാവശ്യം ഇങ്ങനെ വണ്ടി പണിയുന്നത് നമ്മുടെ ആവശ്യത്തിനാണ് നമ്മൾ ഈ വണ്ടി പണിയുന്നത്. നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് മേടിച്ച വണ്ടി അല്ലായിരുന്നോ, അപ്പൊ അവരുടെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു അവർ പണിത്. അതായത് പെർപ്പസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് സ്റ്റോറേജ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് എല്ലാം ലെവലാക്കിയിട്ടാണ് പണി. അതായത് നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി ഉള്ള രീതിയിലാണ് വണ്ടി പണിതുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ഈ സൈഡൊക്കെ ഓരോ ഇത്ര നേരം കുറെ പേരാണ്. ഇപ്പോൾ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയതാണ്. ഇവിടെ ഗ്രൈൻഡിങ്ങും പരിപാടിയും തുടങ്ങി കേട്ടോ. ആ ഗ്രൈൻഡിങ് അല്ല, ഇനി ആ ഗ്രൈൻഡ് ചെയ്ത് കാണിട്ടാണ്. ഒരു കാര്യം നീ മറക്കാതെ ഓർക്കണേ, ഇതിന്റെ തകിട് സിംഗിൾ തകിടാണ് നമ്മുടെ വണ്ടി, ഡബിൾ തകിട് അല്ല. അപ്പൊ നമ്മുടെ അത്യാവശ്യം മുഴയുള്ള ഭാഗം ഇവിടെ ഗ്ലാസ് റിമൂവിങ് തുടങ്ങി കേട്ടോ. ഓരോന്നായിട്ട് എടുത്തു തുടങ്ങി. ഓ പൊട്ടി. പൊട്ടിക്കില്ല, നമുക്ക് അടുത്ത ക്ലാസ് വിറ്റേണ്ടേ, അത് ആട്ടയിൽ മാർക്ക് ചെയ്ത് കൊണ്ടുപോകണം. ഗ്ലാസിന്റെ സ്ഥലത്തല്ലേ പൊട്ടിക്കില്ല കേട്ടോ. അങ്ങനെ താഴെ വെക്കാം. ഇറങ്ങിയോ ആവോ नीचे आओ, मैं इधर रखे देना पिड़िया पकड़ेगा मैं इधर पकड़ेगा. देखो देखो नीचे देखो. അതായത് ഈ ഗ്ലാസ് പൊട്ടാതെ നോക്കണം. എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ അളവിനുള്ള സാധനം വാങ്ങിക്കണം. ഇത് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി, പിന്നെ അളവ് നമ്മൾ രണ്ടാം എടുക്കണം. ഇത് നോക്കിയേ, പിടിച്ചോ നീ ഗൈസ്. നോക്കൂ, ഇവർക്കൊക്കെ ഇപ്പൊ നന്നായിട്ട് എന്തറിയാം, മലയാളം അറിയാം. അല്ല അതല്ലടാ, ഇത് കണ്ടോ ഈ ഭാഗത്ത് ഈ ഒരു സ്ഥലം കണ്ടോ, ഇവിടെയൊക്കെ ഫുള്ള് പാച്ച് കയറി തുരുമ്പ് കയറി മൊത്തം നരകലായിരിക്കുക. അവർ തമ്മിൽ ചർച്ച കേട്ടോ, അവരെന്തോ ചർച്ചയും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. ആലമ്പായിക്ക് ഭയങ്കര ഐഡിയ ഉള്ളവരാണ്. ആലമ്പായി അങ്ങ് എടുത്തെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മളൊന്നും ഓർക്കണ്ട, പറയണ്ട, എല്ലാ ആലമ്പായുടെ ഇതങ്ങ് ചെയ്തു. ഗൈസ് നോക്കൂ, അഖിൽ ഇവിടെ നോക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ പണി പറഞ്ഞാൽ അവന് പണിയായല്ലോ. അപ്പോൾ നല്ല നിരീക്ഷിക്കുക, നീ എക്സ്ട്രാ പണി വല്ലതും പറയുന്നുണ്ടോ? എന്നെ അമിത്തിനെ ഒരേ സ്ഥലത്ത് നിർത്തൂല. ഞാൻ വേക്കില് ചെറിയ പരിപാടി വരാൻ പറ്റില്ല. പണ്ട് അഖിലായത് ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പൊ ഇത്ര പ്രശ്നം. ഗൈസ് ഉള്ളിലെ പരിപാടികൾ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മളോട് സ്നേഹമുള്ള കാരണം അവരെല്ലാം നമ്മളോട് ഓപ്പണായിട്ട് പറയും. ഗൈസ് ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലെ ഓരോ കാര്യങ്ങളും സംഭവങ്ങളുമാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബേക്കില് ഇത് അടിച്ചു കേട്ടോ, അതായത് നമ്മുടെ എന്തടിച്ചു, നമ്മുടെ ബെഡ് അടിച്ചു. ബെഡ് അടിച്ചു. ഇതേ 2 ബെഡ് അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ബെഡ് ഇവിടെ ആലമ്പായി റെഡി ആക്കുന്നുണ്ട്. ഇന്ന് आज नाइट है और ऑफ है. कितने बजे में खत्म करेगा आज काम? 6 बजे. 6 മണി വരെ എടുക്കുള്ളൂ, കല്ലേ എടുക്കുള്ളൂ. രാത്രി നിന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കണക്കാം. അതിപ്പോൾ അതും 6 മണി എടുത്തിട്ട് പിറ്റേ ദിവസം പണി എടുക്കുന്നത് തന്നെയാണ് നല്ല. അല്ലെങ്കിൽ രാത്രി നിന്ന് കഴിഞ്ഞാൽ കൊതുക് എന്ന് പറഞ്ഞാൽ കൊതുക്, മസ്കിറ്റോസ്. ഇത് കണ്ടോ, ഇവിടുത്തെ ഗ്ലാസ് ഊരി ഇത് ഫുള്ള് ഊരി മാറ്റി എല്ലാം ലെവലാക്കി. ഇത് കണ്ടോ, ഇത് ഇവിടെ 2 ബെഡ്, താഴെ കിടക്കുന്ന ബെഡ്, മേളിലൊരു ബെഡ്, താഴെ സ്റ്റോറേജ് സംഭവങ്ങൾക്ക് വേണ്ടിയുള്ള സംഭവങ്ങൾ. അതായത് പഴയ സംഭവം തന്നെ. പഴയ താഴെ ഒരു ബെഡ് ഉണ്ടായിരുന്നു, മേളിൽ ഇല്ലായിരുന്നു. പക്ഷേ മേളിൽ ഈ പ്രാവശ്യം ആക്കി. അവിടെ ഒരു AC സാധനങ്ങളൊക്കെ വരും. അതിന് സൗണ്ട് അതിനടാ അല്ല ആക്കിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. വിഷ്ണു സമയം കളയണ്ട. ഗൈസ് നോക്കൂ, അത് ചെയ്യുന്നു. ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ടാങ്ക് വരുന്നത്. ഈ ടാങ്ക് വന്നു കഴിഞ്ഞാലേ നമുക്ക് എന്താവുള്ളൂ, അതായത് നമുക്ക് വെള്ളത്തിന്റെ സംഭവം. അതായത് നമുക്കൊന്നും മോട്ടർ വേണ്ട, എല്ലാം മാനുവൽ. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. എപ്പോഴും മാനുവലാണ് നല്ലത്. മോട്ടർ ഈപ്പറൊക്കെ കഴിഞ്ഞ് ഇത് കത്തിപ്പോവുകയും ചെയ്യും. ഇത് നന്നാക്കാൻ വേണ്ടി അതിലെല്ലാം നടക്കേണ്ടേ വരും. ഈ ഫ്രെയിം എന്തിന്റെയാ? കട്ടില്. ഇത് കണ്ടോ, ഈ ഫ്രെയിം ഇത് നാളെ ഇത് ഇന്ന് അടിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് നാളെ ഇവിടെ വിട്ട് വരും. आज ये करेगा, कल वो करेगा. आज 3 बनेगा. ये कचरामी है, ये आदमी का नहीं चलेगा.
फर्स्ट में अच्छा आमी अभी मैनेजर आएगा कच्चा आमी देखो आज 3 बनाएगा और 1 बनाएगा हाँ ओके ओके ഫ്രെയിം അടിച്ച് വെക്കും നാളേക്ക് ഫ്രെയിം അടിച്ച് വെക്കാൻ പറ്റുള്ളൂ ആ ഫ്രെയിം അടിച്ച് വെക്കുന്ന ഫ്രെയിം അടിച്ച് വെക്കും ഇതേപോലെ ഫ്രെയിം ഉണ്ടാക്കി വെക്കും ഓക്കെ ആവോ ആവോ കൈസ് ഇത് കണ്ടോ ഇനി പുറത്തോട്ട് വാ ഉള്ളിൽ നല്ല രീതിയിൽ പണി നടക്കുന്നതുകൊണ്ട് എല്ലാവരും കൂടെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റത്തില്ല അതാണ് യാഥാർത്ഥ്യം അപ്പം എല്ലാവരും നിൽക്കാതിരിക്കും അതിന്റെ കൂടെ തന്നെ ഒരു സാധനമാണ് നജീബ് നമുക്ക് സൂപ്പർ ഒരു സാധനം തന്നു അത് കാണിച്ചു കൊടുക്കാം യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്നൊരു സാധനം യൂറോപ്പിൽ നിന്നല്ല അത് ഇന്ത്യയിൽ നിന്ന് തന്നെ മേടിച്ചാണ് അപ്പം അത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ മുമ്പ് ഇതാ ഇവിടെ ഓരോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കട്ടോ സംതൃപ്തിയായിട്ട് ഇത് ഇത്രയും പേര് നിന്ന് പണിതെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടിയുടെ പണി പെട്ടെന്ന് തീരത്തുള്ളൂ അല്ലെങ്കിൽ എന്നാ സംഭവം എന്ന് ചോദിച്ചാൽ ഡിലേ ആവും അപ്പം അങ്ങനെ പണിതെടുക്കും നമ്മുടെ വണ്ടി പണിതാലോ ഓരോ വണ്ടികൾ ഇക്കേക്ക് ഇറക്കി വിടാൻ പറ്റുള്ളൂ അങ്ങനെ ആകുമ്പോൾ നമ്മളെ ആദ്യം ഇറക്കി വിടാൻ വേണ്ടി ഉള്ള ആൾക്കാരെ മൊത്തം നമ്മുടെ വണ്ടിയിൽ പണിക്ക് വെച്ചേക്കുക അല്ലേ ഗൈസ് അതുകൊണ്ടോ ഇതേപോലെ തന്നെ ഇന്ന് ഡെലിവറി ഇറങ്ങുന്ന ഒരു വണ്ടിയാണ് എന്തോ പുതിയ രീതിയിലുള്ള ടോപ്പും എന്തൊക്കെയോ പുതിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഡെലിവറി പുള്ളിക്കാരൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇത് കഴിഞ്ഞ് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇതും കഴിഞ്ഞു വേണം ജസ്റ്റ് അതിൻ്റെ ഇൻറ്റീരിയൽ സംഭവം കാണിച്ചു തരാം അഖിലേ ഒന്ന് കാണിച്ചു തന്നെ അതായത് ഇത് കണ്ടോ ഇതിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഡെലിവറി കൊടുക്കണം അപ്പം നജീബിക്ക വരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഞങ്ങളുടെ ചെറുക്കൻ്റെ ഒരു തീപ്പൊരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യാം മുങ്ങിയോ എന്ത് ചെയ്യാം ഇത് കഴിച്ചത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നല്ല കിടിലും പുതിയ വർക്കുകളും സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളും ഇത് ക്ലീനിങ്ങും പരിപാടി ഡെലിവറിക്ക് വേണ്ടി റെഡി ആകുന്നുള്ളൂ റെഡി ആയിട്ടില്ല ക്ലീനിങ് ഉണ്ട് ക്ലീനിങ്ങും പരിപാടി സംഭവങ്ങളൊക്കെ ടി വി ക്യാബിൻ പിന്നെ എന്തൊക്കെയോ പുതിയ സംവിധാനങ്ങൾ എന്നാ ഇതിനകത്ത് പുതിയതായിട്ട് വന്നേ പഴയതിനേക്കാളും എന്തൊക്കെയോ വന്നു ഇങ്ങനെ കൈ അടിക്കുമ്പോൾ നിൽക്കുന്ന ലൈറ്റ് ഉണ്ടോ വിഷിലടിക്കുമ്പോൾ എല്ലാം വരും ഡാൻസ് കളിക്കുമ്പോൾ ഫ്രണ്ടിലും വരും എല്ലാവരുടെയും ഗൈസ് അപ്പോൾ അങ്ങനത്തെ എന്തൊക്കെ പരിപാടി കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ നമ്മുടെ പരിപാടികൾ നടക്കട്ടെ കേട്ടോ കൈസ് നോക്കൂ അതായത് ഇതാണ് ഞങ്ങൾക്ക് നജീബുക്ക് എന്ന സാധനം ഒരു ഷൂ കേസ് പോലെ ഇരിക്കും ഇതെന്നാ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ടോയ്ലറ്റ് ആണ് പോർട്ടബിൾ ടോയ്ലറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു പുള്ളി കല്യാണത്തിന് പോയതാണ് കല്യാണത്തിന് പോയിട്ട് അല്ല വേറെ ആരുടെ കല്യാണമാണ് പുള്ളിക്കാരൻ കല്യാണം കഴിഞ്ഞ 10 വയസ്സുള്ള ഒരു കൊച്ചു അതായത് കല്യാണത്തിന് പോയതാണ് അത് കഴിഞ്ഞ് വന്നതാണ് അങ്ങനെ നോക്കില്ല എൻ്റെ കൈസ് ഇതൊരു പോർട്ടബിൾ ടോയ്ലറ്റ് ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ പ്രൊഡക്റ്റ് ഞാനിന്ന് വീഡിയോയിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്താക്കാം ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും 8000 രൂപ 7000 രൂപ 5000 രൂപ 10000 രൂപ 12000 അങ്ങനെ പല ടൈപ്പുകളുണ്ട് ഇത് 9000-ന്റെ ആണ് അപ്പൊ മുതലാളി പാവമാണ് എല്ലാ സാധനവും എല്ലാവർക്കും മേടിക്കാൻ വേണ്ടി അത് എവിടുന്നാ കിട്ടിയെന്ന് പറയും അതായത് പുള്ളിയുടെ പുതിയ അർബാനിക്ക് വേണ്ടി മേടിച്ചാണ് അപ്പം ഞാനിനി ഓർഡർ ചെയ്ത് വരുമ്പോൾ സമയം എടുക്കുന്നതുകൊണ്ട് ഇത് എനിക്ക് വന്നു ഈ സാധനം ഇത് ഒരെണ്ണം കൂടെ നമുക്ക് യൂറോപ്പിന് കൊണ്ടുപോകാൻ വേണ്ടി മേടിക്കണം അപ്പോൾ ഇത് ഭയങ്കര ഉപകാരപ്പെട്ട ഒരു സാധനം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കക്കൂസിൽ പോവാം അതായത് ഇതൊരു ടോയ്ലറ്റാണ് ഇത് പോർട്ടബിൾ ടോയ്ലറ്റാണ് ഇനി ഞാനിത് താഴെ വെച്ച് കാണിച്ചു തരാം ഇത് ഇങ്ങോട്ട് നോക്കിക്കോ ഇത് ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് ഇതിൻ്റെ പിന്നെ അതായത് നമ്മുടെ ഇതിനെന്നേക്കാ പറയുന്നത് വെള്ളം അടിച്ച് കഴുകുന്ന ഇതുണ്ട് ഇങ്ങോട്ട് നോക്കിക്കോളൂ വെള്ളം അടിച്ച് കഴുകുന്ന സാധനം ഇത് നമുക്ക് ഇതുണ്ടോ ഇങ്ങോട്ട് നോക്കിയേ ഇത് ഇങ്ങനെ ഇരിക്കാം ഇങ്ങനെ ഇരുന്നാണ് കാര്യങ്ങൾ സാധിക്കുന്നത് ഒരു 10 പ്രാവശ്യം പോവാം 10 ആയിക്കോട്ടെ അത് അങ്ങനെയല്ല കുറച്ച് വർഷം കഴിക്കുന്നവർക്ക് 20 എനിക്കിട്ട് അടിക്കാൻ ഗ്യാപ്പ് വിട്ട് നോക്കി ഇത് പിടിച്ചോ ഗൈസ് അതായത് ഇതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം ഇത് 2 പാർട്ടായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഇവിടെ വെള്ളം സ്റ്റോർ ചെയ്യുന്നതും ഇത് വേസ്റ്റ് സ്റ്റോർ ചെയ്യുന്ന സാധനമാണ് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റിയിട്ട് ഇതെങ്ങനെ ടോയ്ലറ്റിൽ പോയിട്ട് ഇതുണ്ടോ ഇതിങ്ങനെ ടോയ്ലറ്റിൽ പോയിട്ട് ഇത് വലിച്ചു കഴിഞ്ഞാൽ നേരെ എല്ലാം താഴോട്ട് പോയിക്കോളും ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു ഇത് വെള്ളം സ്റ്റോർ ചെയ്യുന്നു ഇത് ഇതിൻ്റെ കെമിക്കൽ ഇങ്ങനെ ഫ്ലഷ് ചെയ്ത് വരുന്നതാണ് അതായത് സ്റ്റക്കായി നിൽക്കുകയാണ് വരാനുള്ളത് ഇതുണ്ട് ഇവിടെ ഒരു ക്ലിപ്പുണ്ട് ഈ ക്ലിപ്പ് വരണം ഇത് ഞെക്കുന്നൊരു സാധനമാണ് ഇതാണ് ഇത് നിറഞ്ഞോ ഇല്ലയെന്ന് അറിയുന്ന ഇൻഡിക്കേഷനാണ് കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഗൈസ് നോക്കൂ ഇനി ഇതിങ്ങനെ പിന്നെ അതേപോലെ ഒരു ലോക്കും കൂടെ ഉണ്ട് എവിടെയോ ഇങ്ങനെയാണോ ഇങ്ങനെ അങ്ങനെ അത് തന്നെ യെസ് ഗൈസ് എന്തെങ്കിലും അടയ്ക്കണം അടച്ചേക്കാം അത് തന്നെ ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ വാട്ടറിൻ്റെ സംവിധാനം എന്നിട്ട് ഇത് പിടിച്ചേ ഈ വേസ്റ്റ് നമുക്കിങ്ങനെ ഇത് യൂറോപ്പിലൊക്കെ കാരവാനിൽ ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് കയ്യിലിരിക്കുന്ന പഴയ ടെക്നോളജി ഇതിപ്പോഴത്തെ ന്യൂജൻ ടെക്നോളജിയാണ് ഇതിൻ്റെ അകത്ത് ഇതേപോലെ സാധനം വരും ഇത് പിടിച്ചോളൂ എന്നിട്ട് ഞാൻ കാണിച്ചു തരും ഇത് അങ്ങനെ കളയുന്നതാണ് ഇത് പച്ചവെള്ളമാണ് ഇതിൻ്റെ അകത്തുള്ള യൂറോപ്യൻസൊക്കെ ഇതിങ്ങനെ എടുക്കും എന്നിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ ഇതുണ്ടോ
നമുക്ക് എവിടെയാണോ കൊണ്ട് കളയേണ്ടത് അവിടെ കൊണ്ട് ഈ സാധനം ഇങ്ങനെ കമത്തി കളയാം, എന്നിട്ട് വീണ്ടും ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് വളരെ ഉപകാരപ്രദമാണ്. എൻ്റെ ബസ്സിലിരിക്കുന്ന ടോയ്ലറ്റിൻ്റെ വില 1.5 ലക്ഷം രൂപയെങ്ങാനുമാണ്. അതിൻ്റെ മോട്ടറും സാധനവും സെറ്റൊക്കെ അനുസരിച്ച് അത് വെച്ച് നോക്കാൻ നേരത്ത് ഇതാണ് പർപ്പസ്. എന്തെങ്കിലും പ്രശ്നം ഇതങ്ങ് മാറ്റിക്കളഞ്ഞാൽ വേറെ കേസ്. അതിന് ഒരു ചെറിയ ലീക്ക് ഉണ്ടായാൽ മതി, പിന്നെ മൊത്തം പ്രശ്നമാവും. വണ്ടി മൊത്തം ലീക്ക് ആവുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ അതിന് മോട്ടോർ കംപ്ലൈൻ്റ് ആയാലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അപ്പോൾ ലോങ് യാത്ര ടോയ്ലറ്റ് വേണ്ടവർക്ക് ഇത് മേടിക്കാം. ഇനി ഇതും കൊണ്ട് പോകട്ടെ, ഷൂ കേസ് പോലെ നജീബുക്കയുടെ ഡ്രൈവറായിട്ട് വന്ന് സ്ട്രോങ് ആയിട്ടിരിക്കുക, പിന്നെ മാനേജറായി, ഇപ്പം വലിയ മുതലാളിയായി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെയാണ് ഇപ്പം വണ്ടി കച്ചവടം സംഭവിച്ചത്. മിസ്റ്റർ ഷനൂബ്, പിന്നെ ഷനൂക്ക ഡ്രൈവറായിരുന്നു. അതെ, അങ്ങനെ കോമ്പറ്റീഷൻ പിന്നെ നിർത്തി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഷനൂബിനെ കണ്ടും പരിചയപ്പെടുത്താണ്. വരൂ ഇനി കാര്യത്തിലേക്ക് കിടക്കാൻ. നല്ലൊരു മനുഷ്യത്തിന്റെ ഉടമസ്ഥൻ. ഗൈസ് നോക്കൂ, ഇനി ഇങ്ങോട്ട് വരാൻ നേരത്ത് നിങ്ങളെ എല്ലാവരെയും ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നാണ്. അതായത് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ സാധനം. ഇതിനൊരു മോട്ടർ ഉണ്ടാവണം, ഇതിൻ്റെ അടിയിലൊരു ഫ്ലഷർ ഉണ്ടാവണം. ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഇതിന്റെ ഒരു വാഷറുണ്ട്. ആ സാധനം എങ്ങനെ ഒരു കൊല്ലത്തിൽ ഒരിക്കൽ കട്ടായി പോകും. ആ സാധനം വാങ്ങണം, എവിടെയൊക്കെ തപ്പല് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബാത്റൂമാണ് വെക്കുന്നതുകൊണ്ട് വലിയ ടെൻഷനില്ല. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എവിടെയെങ്കിലും കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ എടുത്തുകൊണ്ട് പോയാൽ മതി, ഒരു സുഖമാണ്. അപ്പോൾ ഇത് തിരിച്ചവിടെ തന്നെ വെച്ചാലോ? എന്നെ അവിടെ സംഭവിച്ചാൽ കുറച്ച് രഹസ്യങ്ങൾ പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഞങ്ങളെ കാണാൻ വരും. ഇവൻ കണ്ണൂരൊക്കെ ഞങ്ങളെ കാണാൻ വരും. പേരെന്നാടാ? അബിൻ. അനിയനാണ്. പേരെന്നാ? അഭിഷേക്. വീട് എവിടെയാ? ഗൈസ് നോക്കി, ഇവർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കാണാൻ വരാറുണ്ട്. ലോറി എടുത്തിട്ട് വീട്ടിൽ വന്നു വരാം അല്ലേ? ഗൈസ്, അപ്പം അങ്ങനെ അപ്പം ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളും ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന് മേൽനോട്ടം സംഭവം കൊടുക്കട്ടെ. നമ്മുടെ ഫൈബറിന്റെ പരിപാടി എടുക്കുന്നത്. ഗൈസ്, അതായത് നമുക്കുണ്ടല്ലോ നമ്മുടെ വണ്ടിയുടെ പരിപാടി ഓരോന്നോരോ നടക്കുവാണ്. ഇന്ന് രാത്രിയിൽ നടക്കും. നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒതുങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. ഗൈസ് നോക്കൂ, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ വണ്ടിയുടെ മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് കാണാം. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് സീ യു.